അപ്പൊ ശ്രീഹരി ചേട്ടാ, റിൻഡു ചേട്ടാ മറന്നു പേര്. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു ഷോറൂം ഈ ഒരു വർക്ക്ഷോപ്പ് ഇടാനായിട്ടുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എങ്ങനെ എത്തിയത്? ഒന്ന് ജസ്റ്റ് ബ്രീഫ്ലി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. ഞങ്ങള് മിറ്റ്സുബിഷിയിൽ വർക്ക് ചെയ്തിരുന്നവരാണ്, നാജിക്കോല്. ഇപ്പൊ കൊറോണയുടെ ടൈമിലേക്കാണ് കമ്പനി അവിടെ വൈൻഡപ്പ് ചെയ്യണത്. പിന്നെ സർവീസ് ഒന്നും ഇല്ല, നമ്മളും വേറെ ഫ്രീ ആയിട്ട് കിടക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിലാണ് പിന്നെ കുറച്ച് ഇവിടെ വരുന്ന ഞങ്ങളുടെ ആദ്യം മുടങ്ങുന്ന കുറച്ച് കസ്റ്റമർമാരുണ്ട്. അവര് പറഞ്ഞിട്ടാണ് ഇതിനകത്തോട്ട് വരുന്നത്. അപ്പൊ നമ്മള് പിന്നെ വർക്ക്ഷോപ്പ് തുടങ്ങുമ്പോ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അതന്നേരം ഇല്ല. അപ്പൊ എങ്ങനെയാണ് അതൊന്ന് സെറ്റ് ആക്കി എടുത്തെന്ന് പറഞ്ഞാ ശരിക്കും പറഞ്ഞാൽ തുടങ്ങുന്ന ടൈമില് പൈസ ഒന്നുമില്ല, ഒരു രൂപ പോലും ഇല്ല. അപ്പൊ ബാങ്കിലൊക്കെ ചെന്ന് നോക്കുമ്പോ നമ്മുടെ ആദ്യമായിട്ട് ചെല്ലുമ്പോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ പറയണ പോലെ ഒന്നുമില്ല, അങ്ങനെ വലിയ ഹെൽപ്പ് ഒന്നും ഇല്ല, അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. പിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഗോൾഡ് കാര്യങ്ങളൊക്കെ വെച്ചു, സ്ഥലത്തിന്റെ ഒക്കെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളൊരു 6 മാസത്തോളം വർക്കൊന്നുമില്ല, ഒരു 1-2 വണ്ടികളൊക്കെ വരും, ജസ്റ്റ് ചെയ്തിട്ട് പോകും. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ആൾക്കാരൊക്കെ വന്നിട്ട് സർവീസ് ഒക്കെ ചെയ്തിട്ട് പോകും. അങ്ങനെയാണ് തുടങ്ങണത്. അന്നേരം ഞാനും എന്റെ ബ്രദറും മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. നമുക്ക് സാലറിക്ക് നിർത്താനായിട്ടൊന്നും ഉള്ള കേപ്പബിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് റിൻഡു ചേട്ടനെ വിളിക്കണത്. റിൻഡു ചേട്ടൻ എന്റെ വർക്ക് ചെയ്തിരുന്നത്. പിന്നെ ഒരു 6-7 മാസം കഴിഞ്ഞപ്പോ നമുക്ക് 1-2 വണ്ടികളിൽ വന്നു തുടങ്ങി. അപ്പൊ റിൻഡു ചേട്ടനെ വിളിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഓരോരോ സ്റ്റാഫുകൾ വരുന്നത്. നമ്മള് ആദ്യം വർക്ക്ഷോപ്പിന്റെ ഇത്രയൊന്നും ഇല്ല, കുറച്ച് പോർഷൻ ഉള്ളു. ആകെ ഇത്രയും പോർഷൻ മാത്രം ഒരു 4 വണ്ടി നമുക്ക് ഇട്ടിട്ട് ചെയ്യാനുള്ള സെറ്റപ്പേ ഉള്ളൂ. അതിനകത്തുനിന്ന് തുടങ്ങിയതാണ്. ഇന്നിപ്പോ ഇത് വിജലിപ്പിച്ച് വലുതെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇത്ര ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടെ ഇപ്പൊ ഒരു ബാക്കിലോട്ടൊക്കെ എടുത്തു, ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാല് 0 ഇൻവെസ്റ്റ്മെന്റിന് സ്റ്റാർട്ട് ചെയ്താണ് ഇവര്. എന്തായാലും നല്ല ഒരു ഓതറൈസേഷൻ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി 1 വർഷം കഴിഞ്ഞപ്പോ അതിനകത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്തത് സോണി മാറ്റി എന്ന് പറഞ്ഞിട്ടൊരു കസ്റ്റമറാണ്. അത് എച്ച്എമ്മായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളെല്ലാം നികത്തി ഞങ്ങളുടെ പ്രൊജക്ട് എല്ലാം വെച്ചത് ഞാനും പുള്ളിയും കൂടി ചെന്നൈക്ക് പോയിട്ടാണ് കമ്പനിയിൽ പ്രൊജക്ട് വെക്കുന്നത്. അവിടെ സംസാരിച്ച് എല്ലാം സെറ്റ് ചെയ്ത്. അപ്പൊ അതിനകത്ത് കമ്പനിയിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടാണ്. അവിടെ ഇപ്പൊ സർവീസ് കസ്റ്റമർ സപ്പോർട്ടിൽ ഇരിക്കണ വീരസ്വാമി സാറ്, പിന്നെ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ട് സാറുണ്ട്. രണ്ടുപേരാണ് മിറ്റ്സുബിഷിക്ക് ഇപ്പോൾ ഓൾ ഇന്ത്യ കസ്റ്റമർ സപ്പോർട്ടിൽ നിൽക്കുന്നത്. സർവീസ് മാനേജറും ഉണ്ട്, കസ്റ്റമർ സപ്പോർട്ട് മാനേജറും ഉണ്ട്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇതിപ്പോ നമ്മൾ എറണാകുളത്ത് നിങ്ങൾ മാത്രമല്ലേ മെയിൻ ആയിട്ട് ചെയ്യുന്നത്? വേറെ ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലുണ്ടെന്ന് അറിയാം? വേറെ തിരുവനന്തപുരത്ത് SKP-ലുണ്ടായിരുന്നവരുടെ ഇങ്ങനെ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്, അതിപ്പോ ആയോന്ന് അറിയില്ല. പിന്നെ കോയമ്പത്തൂരൊക്കെ ഉള്ളത്, കോയമ്പത്തൂര്, പിന്നെ ബാംഗ്ലൂരുണ്ട് SVR എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഓൾമോസ്റ്റ് അപ്പൊ മിക്ക വണ്ടികൾ ഇവിടെ തന്നെ ഇരിക്കുമല്ലേ വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, കാരണം വണ്ടി ഇടാൻ പോലും സ്പേസ് ഇല്ല, അത്രയും വണ്ടികൾ ഇപ്പൊ ഓൾമോസ്റ്റ് ഇവിടെ കയറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. ഇപ്പൊ ഞാൻ മിക്ക വീഡിയോസ് ഇടുന്ന സമയത്ത് പലരും പറയാറുണ്ട് പജേറോയ്ക്ക് ഭയങ്കര മെയിൻ്റനൻസ് കൂടുതലാണെന്നുള്ളത്. എന്താണ് അതിനോട് പറയാനായിട്ടുള്ള ഒരു ആൻസർ? ഇപ്പൊ പുതിയ വണ്ടികളൊന്നും ഇല്ല, ഓൾമോസ്റ്റ് ഒരു 10 വർഷം 15 വർഷം ആയ വണ്ടികളാണ്. അതിനിടയിൽ ആരും ഇതിന്റെ ഓണർമാരൊന്നും മെയിൻ്റനൻസ് നടത്തിയിട്ടുണ്ടാവില്ല. ആ ഒരു മെയിൻ്റനൻസ് നമുക്ക് ചെയ്യേണ്ടി വരും. ആവറേജ് കണ്ടീഷനിൽ വണ്ടിയുടെ സസ്പെൻഷൻ ഭാഗവും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. അതൊരു യൂസ്ഡ് വണ്ടി എടുക്കുമ്പോഴുള്ള ഏത് വണ്ടി എടുത്തു കഴിഞ്ഞാലും ഏകദേശം എത്ര രൂപ വരും എന്നുള്ളതൊന്ന് ജസ്റ്റ് പറയാൻ പറ്റുമോ? അത് വണ്ടിയുടെ ഉപയോഗം പോലെ ഇരിക്കും. ഓഫ് റോഡൊക്കെ പോകുന്നവരുണ്ട്, ഒരു ക്രൈസ് ആണ്. അതെ അതെ, അങ്ങനെ പോകുന്നവരുണ്ട്. അല്ലാതെ ഈ വണ്ടി മാത്രം എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്. നോർമൽ റൂട്ടിലാണെങ്കിലും ഡെയിലി യൂസ് അങ്ങനെ മാത്രം ഉപയോഗിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്കൊന്നും മെയിൻ്റെനൻസ് അങ്ങനെയൊന്നും ഇല്ല. 10,000 സർവീസ് മാത്രമേ. അങ്ങനെയുള്ള വണ്ടികൾ നമ്മളുടെ അടുത്തുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. ഓഫ് റോഡ് പോകുമ്പോൾ അതിൻ്റെതായ മെയിൻ്റെനൻസ് വരും. എന്നുവെച്ചാൽ ഓഫ് റോഡ് അതിൻ്റെ ഒരു ഇത്, ആ ടെറൈൻ അങ്ങനത്തെ അല്ല, അതുകൊണ്ടുള്ള ഇതുള്ളൂ. അപ്പൊ അതൊന്നും നമുക്ക് പറയാൻ പറ്റൂല. എല്ലാവർക്കും ഓഫ് റോഡ് ഓടിക്കാനുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നില്ല. ഒരു ഇൻട്രസ്റ്റിന്റെ പേരിൽ പൈസ കൊടുത്ത് വണ്ടി വാങ്ങിച്ചു പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഓടിച്ചു വരുമ്പോഴും ക്ലച്ചൊക്കെ കത്തി എല്ലാ ഒരു ഇതും ഡാമേജ് ഒക്കെ ആയിട്ടാ വരുന്നത്. അല്ലാണ്ട് നല്ല രീതിക്ക് ഓഫ് റോഡ് പോയിട്ട് അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അതിനനുസരിച്ചിട്ടിരിക്കും മെയിൻ്റെനൻസ്. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, ആ യൂസിനനുസരിച്ചാണ് മെയിൻ്റെനൻസ് വരുന്നത്. ഞങ്ങൾ ക്ലബുകളുടെ കൂടെ ഒക്കെ പോകാറുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു പേഴ്സണൽ ആയിട്ട് ഇവര് മിറ്റ്സുബിഷിയുടെ 2 വണ്ടികൾ യൂസ് ചെയ്യുന്നുണ്ട് ഇല്ലേ?
അതിപ്പോ 2 വണ്ടി അടിച്ചു. ഒരു ലാൻസർ, ഒരു പജറ സ്പോട്ട്. സ്പോട്ടും ഇവര് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളാണ്. എനിക്ക് തോന്നുന്നു മിക്ക ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിലും വണ്ടികളൊക്കെ എടുക്കുന്ന സമയത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഇവിടെ വന്നിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ബിക്കോസ് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവര് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അതുകൊണ്ടിട്ട് എനിക്ക് ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റും ആണ്, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എങ്ങനെയാണ് ഇപ്പോഴത്തെ കസ്റ്റമേഴ്സിന്റെ റെസ്പോൺസ് എന്ന് പറയാമോ? കസ്റ്റമേഴ്സ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മള് പൊതുവെ എല്ലാ ഈ വണ്ടികൾ മാത്രം പണിയുന്ന മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് താരതമ്യം ചെയ്യുമ്പോ റേറ്റും കാര്യങ്ങളൊക്കെ കുറവ് നമ്മളാ ചെയ്തു കൊടുക്കുന്നത്. നമ്മള് പറയണല്ല, കസ്റ്റമേഴ്സ് അതുകൊണ്ടാണല്ലോ വരുന്നത്. അപ്പൊ അങ്ങനെ വന്ന് ആ ഒരു രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് വണ്ടികളൊക്കെ ഉണ്ട്, അത്യാവശ്യം വരുന്നുണ്ട്. അങ്ങനെ റേറ്റിൻ്റെതായ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ മെക്കാനിക്കൽ സൈഡ് നമ്മളെല്ലാം എന്തെങ്കിലും അവർ പറയുന്നതല്ലാതെ ഉണ്ടെങ്കിലും നമ്മളത് പറഞ്ഞിട്ട് ഓക്കെ ആണെങ്കിൽ ചെയ്തു കൊടുക്കും. എല്ലാവരും പറയാറില്ല ചെയ്യാൻ, എന്നാലും അതിൻ്റെതായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ തന്നെ ഓട്ടെ വിചാരിക്കുന്നു. ഓക്കെ, നമ്മളുടെ കസ്റ്റമേഴ്സ് നമ്മളുടെ ഈ ഒരു വീഡിയോ കണ്ടുവന്നിരിക്കുന്ന ആളുകൾ മെയിൻ ആയിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും മേ ബി ഒരു പജേറോ അല്ലെങ്കിൽ മിത്സുബിഷിയുടെ ഏതും ഉണ്ടായിക്കോട്ടെ, എന്നാലും മെയിൻ ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പജേറോ എടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? പജേറോ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾക്ക് തോന്നിയിരിക്കുന്ന ഒരു മെയിൻ കംപ്ലൈൻറ്റ് ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ. ആലപ്പുഴക്കം കൊണ്ടുവരുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. റബ്ബർ ഹോസുകൾ, മെറ്റൽ ഹോസുകളിലൊക്കെ നമ്മൾ അറിയല്ലോ. അത് മെയിനായിട്ടുള്ളൊരു ഇതിനകത്ത് കണ്ടുവരുന്ന ഒരു പ്രശ്നം ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ആണ്. പിന്നെ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നോർമൽ എല്ലാ വണ്ടികളും എടുക്കുന്ന പോലുള്ള കാര്യങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ബോഡി കണ്ടീഷൻ ആണ് നോക്കുന്നതെങ്കിൽ അത് എഞ്ചിൻ കണ്ടീഷൻ എന്തായാലും നമ്മൾ നോക്കണം. ഓയിൽ ലീക്ക് ഇപ്പോൾ പജേറോ മാത്രമല്ല, എല്ലാ വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഓയിൽ ലീക്ക് ഒരു പ്രശ്നമാണ്. ഓയിൽ ലീക്കായി പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല. അതിനുള്ള സംവിധാനങ്ങൾ വണ്ടി കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കണം എന്നില്ല, എല്ലാ വണ്ടികളുടെയും വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ വണ്ടി നമ്മൾ നോക്കുമ്പോൾ എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയാണ് നോക്കുക. പിന്നെ മെയിൻലി ഇത് 4x4 ഉപയോഗിക്കാൻ വേണ്ടിയാണ് എടുക്കുന്നത്. അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ട് വാങ്ങിക്കുക. പിന്നെ അല്ലാണ്ട് നമ്മളിപ്പോൾ വണ്ടി വാങ്ങാൻ പോകുമ്പോഴേക്കും ഇതിന്റെ ഒറിജിനൽ ഭാഗങ്ങൾക്കൊക്കെ കമ്പനി കൊടുക്കുന്ന ഓരോരോ, നമ്മളുടെ മിത്സുബിഷിക്ക് വേണ്ടി കൊടുക്കുന്ന ഹെഡ്ലൈറ്റ് ഒരു കമ്പനിയുടെ, അങ്ങനെ ഇന്ന കമ്പനിയുടെ ആണെന്നുള്ള കൃത്യമായിട്ട് ഓരോ പേരുകളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കണം. അത് നമ്മൾ വണ്ടി എടുക്കാൻ പോകുമ്പോൾ പജീറോ അല്ല എന്ത് വണ്ടിയാണെങ്കിലും എടുക്കാൻ പോകുന്ന സമയത്ത് ആ വണ്ടിനെ കുറിച്ച് അത്യാവശ്യം നല്ല രീതിക്ക് അറിയാവുന്നവരെ കൊണ്ടുപോവുക, അല്ലെങ്കിൽ അവരോട് ചോദിച്ചിട്ട് പോകുക. ഇവിടെ എങ്ങനെയാണ് ഇപ്പൊ ഏതെങ്കിലും കസ്റ്റമേഴ്സ് വണ്ടി എടുക്കാനായിട്ട് പോകുമ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യാറുണ്ടോ? നിങ്ങളപ്പോ ഒരുമിച്ച് പോയി നോക്കാറൊക്കെ ഉണ്ടോ? അങ്ങനെ അല്ലെങ്കിൽ ഡയറക്റ്റ് കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവന്നിട്ടാണ് വണ്ടികൾ വരലാണ് പതിവ്. അങ്ങോട്ടേക്ക് പോകാനുള്ള സമയം കിട്ടല് കുറവാണ്. അല്ലെങ്കിൽ കുറെ പേര് വിളിച്ചിട്ട് ചോദിക്കും. നമ്മൾ ഇതിന്റെ ബ്രാൻഡ് നെയിമുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഓരോ കാര്യം വീഡിയോ കോളൊക്കെ ചെയ്തിട്ട് കാണിച്ചു തരും. അങ്ങനെയൊക്കെ നോക്കുന്നത്. ഓക്കെ ഓക്കെ.